കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 16 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളും നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യ വായന നമ്മൾ കേട്ടു, പൗലോസും സീലാസും തടവറയിൽ കിടക്കുക, അതായത് പുറത്തു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട് അവർ കിടക്കുകയാണ്. അവർ കിടക്കുമ്പോൾ ഒരു ശാരീരികമായി പോലും ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒത്തിരി അടിയും തല്ലും ഒക്കെ കൊടുത്തിട്ടാണ് ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചു പൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ശാരീരികമായ വേദനകളുടെയും അതിനേക്കാൾ ഉപരി കാരാഗ്രഹത്തിൽ കിടക്കുന്നതിൻ്റെ മാനസികമായ വ്യഥയുടെയും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും നടുവിൽ അവർ ചെയ്ത കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ എന്തെല്ലാം ശാരീരികമായ ഭൗതികമായ തടസ്സങ്ങളും ഞെരുക്കങ്ങളുണ്ടോ, എത്ര കണ്ട് മാനസികമായ അസ്വസ്ഥതകളുണ്ടോ, നിരാശകളോ ആകുലതകളോ അസ്വസ്ഥതകളോ ആത്മഹത്യാ ചിന്തകളോ ഒക്കെ നമ്മൾ വേട്ടയാടുന്നുണ്ടോ, ഇതിൻ്റെയൊക്കെ നടുവിൽ ഇതിൽ നിന്നും പുറത്തു വരാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുക. ആ കടന്നുപോകുന്ന അവസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. കാരണം ആ പ്രശ്നങ്ങൾക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരമൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചാലും നമുക്ക് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. നമുക്ക് പുറത്തു വരാൻ പറ്റുന്നതിനപ്പുറമായ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ കിടക്കുക, ഒരു തടവറയ്ക്കുള്ളിൽ അകപ്പെട്ട് കിടക്കുക. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. മറ്റൊരു പരിഹാര മാർഗമോ മറ്റൊരു പോംവഴിയോ അതിൻ്റെ നടുവിലില്ല. അതാണ് അപ്പസ്തോലന്മാർ ചെയ്തത്. അവർ അത്ര കണ്ട് ശാരീരികമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അടിയൊക്കെയേറ്റ് മരണതുല്യമായ അവസ്ഥയിൽ കിടക്കുവാണ്, മുറിവുകളൊക്കെ ആയിട്ട്. മനസ്സുകൊണ്ട് വല്ലാത്ത ഭാരവും ഭയവും അസ്വസ്ഥതകളൊക്കെ വേട്ടയാടുന്നൊരു സമയമാണ്. കാരണം തടവറയുടെ നടുവിൽ കിടക്കുക, കാവൽക്കാരുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, കഴുത്തിന് മീതെ തല കാണുമോ, നാളെ പ്രഭാതം കാണുമോ എന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ കിടക്കുമ്പോഴും ഇവർ രണ്ടുപേരും അർദ്ധരാത്രിയോടടുത്തപ്പോൾ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി എന്നാ പറയാം. അങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? ഏത് ദുരനുഭവത്തിൻ്റെ നടുവിലാണ് അവർ കടന്നത്, എവിടെയാണ് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ട്, അവരുടെ ആനന്ദം നഷ്ടപ്പെട്ട് കടന്നത്, ആ അനുഭവത്തിലേക്ക് തന്നെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവും, ശക്തമായ പ്രവർത്തനം ഉണ്ട്. എന്നിട്ട് തടവറ തുറക്കപ്പെടുകയും അവരുടെ കൈകാലുകളിൽ പൂട്ടിയിട്ടിരുന്ന ചങ്ങലകളൊക്കെ അഴിഞ്ഞ് ഒരു സ്വതന്ത്രരായിട്ട് മാറി. അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയൊക്കെ മേഖലകളിൽ കല്ലറയിൽ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ തടവറയിൽ അടയ്ക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റ് പോംവഴിയിലേക്കല്ല തിരിയേണ്ടത്. ആദ്യം തിരിയേണ്ടത് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ആ അനുഭവത്തിൻ്റെ നടുവിലും ആ ഞെരുക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ നടുവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ അനുഭവത്തിലേക്ക് തന്നെ ദൈവം ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടാവും.
ഒരു പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുന്നു. മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാമെന്നല്ല. നമ്മുടെ പലപ്പോഴും ചിന്ത എങ്ങനെയെന്നറിയാമോ? ഈ പ്രശ്നം മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാം, ഈ പ്രതിസന്ധി മാറിയിട്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കല്ല. പ്രശ്നങ്ങളുള്ളപ്പോൾ, പ്രതിസന്ധികളുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ കാലുറപ്പിച്ച് നിന്നിട്ട് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുക. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവം നമുക്ക് വഴി തുറന്നു തരും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല, അതിലും അപ്പുറം. അതുകൊണ്ടാണല്ലോ ഒന്ന് ആലോചിച്ചൊക്കെ, ഇതെല്ലാം തുറക്കപ്പെട്ടു, കാവൽക്കാരൻ അറിഞ്ഞിട്ടില്ല. ഇവരതിനുള്ളിൽ തന്നെ ഉണ്ട്. കാവൽക്കാരൻ വിചാരിക്കും അയ്യോ ഇവർ രക്ഷപ്പെട്ടു പോയി എന്ന് വിചാരിച്ച്. അപ്പോഴാണ് പൗലോസ് സീലാസൊക്കെ പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരാരെയാണോ വിളിച്ചത്, സ്തുതിച്ചത്, ആരാധിച്ചത്, ആ ദൈവശക്തി എത്രമാത്രം ഉണ്ടെന്ന് കാവൽക്കാരൻ മനസ്സിലാവും. എന്നിട്ട് കാവൽക്കാരൻ ഭയപ്പെട്ടിട്ട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നീയും നിൻ്റെ കുടുംബവും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷയ്ക്കുള്ളൊരു വഴി അവിടെ ആദ്യവായനയിൽ പറഞ്ഞു കൊടുത്ത് അവസാനിപ്പിക്കുമ്പോൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആത്മാവ് ഓർമ്മപ്പെടുത്തി തരും. ഇതും രക്ഷയ്ക്കുള്ള വഴിയാണ്. പാപബോധമില്ലാതെ ഒരാൾക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ പറ്റില്ല. പാപത്തെ ഉപേക്ഷിക്കാതെ, പാപത്തിൻ്റെ മേഖലകളിൽ വിടുതലും വിശുദ്ധീകരണം നടക്കാതെ ഒരാൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കും. ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ ധ്യാന ദിവസങ്ങളിലൊക്കെ നല്ല കുമ്പസാരം നടത്തുന്നതിന് കാരണം എന്താ? വചനം ആത്മാവും ജീവനും. വചനം കേൾക്കുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുക. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അനുതാപം ഉണ്ടാവുക, പാപബോധം ഉണ്ടാവുക. ഇന്നോളം സഞ്ചരിച്ചതും ഇന്നോളം കടന്നുപോയ വഴികളും പാപത്തിൻ്റെ വഴികളാണെന്നും ദൈവസ്നേഹത്തിന് ചേരാത്ത വഴികളാണെന്നും ഒരു ആത്മാവ് തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. 2, നീതിയെക്കുറിച്ച്, യേശുക്രിസ്തുവിലൂടെ ഈ പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായാൽ പിന്നെ അടുത്തത് നമ്മൾ രക്ഷപ്പെടേണ്ട, നീതീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിതം തീർക്കേണ്ടവരല്ല. യേശുക്രിസ്തു അവൻ്റെ പരിശുദ്ധ രക്തത്താൽ നീ പാപിയായിരുന്നിട്ടും നിന്നെ നീതീകരിച്ചുവെന്നും നിന്നെ വീണ്ടെടുത്തുവെന്നും നിന്നെ സ്വന്തമാക്കിയെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരും. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയെക്കുറിച്ചുള്ള ടെൻഷൻ നമുക്കില്ല. കാരണം എന്താ? നമ്മൾ നിത്യജീവൻ്റെ അവകാശികളായിട്ട് മാറി. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ന്യായവിധിക്ക് നമ്മെ അർഹരാക്കുമെന്നുള്ള ആ ഒരു നിത്യസത്യത്തിൽ ഭയമില്ലാതെ, ആകുലതകളില്ലാതെ അതിനെ ഫേസ് ചെയ്യാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന പാപബോധവും അനുതാപവും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള നീതീകരണവും വീണ്ടെടുപ്പും തിരിച്ചറിഞ്ഞ ഒരു ആത്മാവ് നിശ്ചയമായും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുന്നു എന്നുള്ള നിത്യസത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തുന്നത്. അപ്പം അനുദിന ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും, അനുദിന ജീവിതത്തിൽ തിന്മ നമ്മളെ വലിച്ചഴയ്ക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ സാധ്യമാണ്. അപ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്ന നമുക്ക് കിട്ടുന്ന ശക്തമായ സാന്നിധ്യ ബോധ്യം എന്താണെന്നറിയാമോ? എവിടെയൊക്കെ യേശുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവസ്നേഹത്തിൽ നാം അകന്നു പോയിട്ടുണ്ടോ, ആ ഇടങ്ങളെക്കുറിച്ചും ആ അനുഭവങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അല്ല, അങ്ങോട്ട് പോകുമ്പോൾ ഈ വഴി പോയാൽ ദൈവത്തിൽ നീ അകലും, ഈ വഴി പോയാൽ നീ പാപം ചെയ്യും, ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിനക്ക് തെറ്റുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. അവനാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എൻ്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കുന്നു, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ തക്ക വിധത്തിൽ പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലകളിൽ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരും. പാപബോധം ഒരുവനെ അനുതാപത്തിലേക്ക് നയിക്കും. പാപബോധം ഒരുവനെ അനുതാപത്തിലേക്ക് നയിക്കും. അനുതാപം ചുമ്മാ ഹൃദയത്തിന് അനുതാപം മാത്രമല്ല, അതിലൊരു പ്രവൃത്തി കൂടിയുണ്ട്. എന്താണ്? ഇനി ഞാൻ എൻ്റെ ദൈവത്തെ പാപം ചെയ്ത് വേദനിപ്പിക്കില്ല എന്ന് ഒരുവൻ തീരുമാനമെടുക്കുകയും അങ്ങനെ അവൻ്റെ പ്രവൃത്തികളെ അവൻ ആ തീരുമാനത്തിൻ്റെ മീതെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷയുടെ വഴികളാണ് ഇന്നത്തെ വായനകളിലെല്ലാം നമ്മെ പഠിപ്പിച്ചു തരിക. രക്ഷയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞു ജീവിക്കേണ്ടതാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.